നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. കായലോര പ്രദേശത്ത് താമസിക്കുന്ന വിവിധ ഇനം തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുക, അഴിമതിരഹിത രാജ്യം പടുത്തുയർത്താൻ അദാലത്ത് നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് ദേശീയ ആന്റി കറപ്ഷൻ മിഷൻ അരൂർ യൂണിറ്റ് പ്രവർത്തകർ ഇന്ന് പത്രസമ്മേളനം നടത്തി. വിശദാംശങ്ങൾ. ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ അരൂരിൽ പ്രവർത്തനം ശക്തമാക്കുന്നു. സമൂഹത്തിന്റെ നന്മയ്ക്കായി അഴിമതിമുക്ത ഭാരതം എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ അരൂരിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഷിബു കെ തമ്പിയുടെ നേതൃത്വത്തിൽ 12 വർഷമായി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഈ ദേശീയ സംഘടന വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരുങ്ങുകയാണ്. കായലോര മേഖലയിലെ തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുക, അഴിമതിരഹിത രാജ്യം കെട്ടിപ്പടുക്കുന്നതിനായി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദാലത്തുകൾ നടത്തുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്ന് അരൂർ യൂണിറ്റ് പ്രവർത്തകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കൂടാതെ വൈദ്യുതി വകുപ്പിന്റെ ദ്വൈമാസ ബില്ലിംഗിലെ അപാകതകൾ, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, കർഷകർക്കെതിരെയുള്ള ജപ്തി നടപടികൾ എന്നിവയ്ക്കെതിരെയും മിഷൻ പ്രവർത്തനം വ്യാപിപ്പിക്കും. അന്വേഷണ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട ധനനഷ്ടം, ഉയരപ്പാത നിർമ്മാണത്തിലെ അഴിമതി, അതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്നിവയും മിഷൻ ചൂണ്ടിക്കാട്ടി. അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ഭയരഹിതമായി യാതൊരു ചിലവുമില്ലാതെ ഏത് സമയത്തും മിഷനെ അറിയിക്കാമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഒരു സേവനം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സേവനം കിട്ടേണ്ട ഒരു കറക്റ്റ് ടൈമുണ്ട്. സമയത്ത് ലഭ്യമാക്കിയില്ലെങ്കിൽ പോലും അതും ഒരു നമുക്ക് ലഭിക്കേണ്ട ഒരു റൈറ്റ് ടു സർവീസിന്റെ ഒരു വയലേഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പ്രചുര പ്രചാരങ്ങൾ നടത്തിക്കൊണ്ടാണ് ഡിസംബർ മാസം നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യും. അപ്പോൾ ഏതാണ്, റവന്യൂ ആണോ അല്ലെങ്കിൽ പഞ്ചായത്താണോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആണോ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇവർക്ക് ഈ പറഞ്ഞ അഴിമതി എന്ന് പറയുന്ന ആ ഒരു ആന്റി കറപ്ഷൻ മിഷൻ ശക്തമായി ഇടപെട്ടുകൊണ്ട് നിലവിൽ ഉണ്ടായിട്ടുള്ള പല കമ്മീഷനുകളുടെയും നടപടിക്രമങ്ങൾ എവിടം വരെ അനന്തര നടപടികളെന്നും ചോദിച്ചുകൊണ്ട് ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് അവിടെ 2 സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. KCBയുടെ ദ്വൈമാസ ബില്ലിംഗ് സംവിധാനത്തിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ നടത്തിയിട്ടുണ്ട്. എലിവേറ്റഡ് ഹൈവേയുടെ ജനകീയ സമരത്തിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ശ്രീകുമാർ PT. അദ്ദേഹം ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷന്റെ സംസ്ഥാന സെക്രട്ടറിയായി. കായലോരങ്ങളിൽ അധിവസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ 10 വർഷത്തിലധികമായി ഈ കായലോരത്ത് വീട് വെച്ച് താമസിക്കുന്നവരാണ്. കൈവശരേഖ എന്നൊരു സംഭവം മാത്രമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്നും പണയം വെക്കാനോ മറ്റൊന്നും ഒരു തരത്തിലും ഒരു വിക്രയം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അവർക്ക് പട്ടയം വിതരണം ചെയ്യാവുന്ന നടപടി കൊണ്ടാണെന്ന് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ കളക്ടർക്ക് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി ആസ്ഥാനമായി കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ രൂപീകരണമായിട്ടുള്ളത്. ശക്തമായ ഇടപെടലുകളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും അഴിമതിക്കെതിരെ പോരാടാൻ സംഘടനയ്ക്ക് സാധിക്കുമെന്നും അവർ വ്യക്തമാക്കി. പത്രസമ്മേളനത്തിൽ മിഷന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സന്തോഷ്, സംസ്ഥാന കോർഡിനേറ്റർ ചേർത്തല രാജു, സംസ്ഥാന കമ്മിറ്റി അംഗം NV ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം KV സുഗുണൻ എന്നിവർ പങ്കെടുത്തു.